ഈ CJPയുടെ സമരം അത് വലിയ രീതിയിൽ അതിന് പിന്തുണ ലഭിക്കുകയും പാർലമെന്റിനകത്തും പുറത്തും വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ CJP പ്രവർത്തകരുമായി ചർച്ചയ്ക്ക് ഇന്ന് കേന്ദ്ര സർക്കാർ സന്നദ്ധത അറിയിച്ച ദിവസമാണ്. എന്നാൽ ചർച്ചയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. നേരത്തെ ഒരു പ്രാഥമിക ചർച്ച നടന്നിരുന്നു. പക്ഷേ ആ ചർച്ച പ്രഹസനമാണ് എന്നതാണ് CJP ചൂണ്ടിക്കാട്ടിയത്. പിന്നെയും ഇപ്പോൾ ഒരു ചർച്ചയുടെ വേദി ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിൽ CJP കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ആദ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കട്ടെ, പിന്നീട് ചർച്ചയാകാം എന്നതാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുന്ന സാഹചര്യമുണ്ടായി. തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് പാർലമെന്റ് ബഹളം മൂലം പിരിയുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് പലതവണ സഭ തടസ്സപ്പെട്ടു. അതിനുശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. स्थगन प्रस्ताव की सूचनाओं के बारे में निर्णय माननीय सदस्यगण, माननीय अध्यक्ष को कोई माननीय सदस्य 3 दिनों से सरकार की ओर से हमने ऑफर किया हुआ है। मैं औपचारिक तौर पर आज फिर माननीय स्पीकर महोदय आपके साथ से अब सुनिए ना, आपने बात कहा है तो सुनिए ना। सरकार नीट पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है जब चर्चा होती है तो किसी नियम के तहत होना पड़ता है और इसका व्यवस्था बनाना पड़ता है। मैं अनुरोध करता हूं कि चर्चा कब होना है, चर्चा का ड्यूरेशन कितना लंबा चर्चा होना है और किस नियम के तहत होना है। माननीय स्पीकर महोदय सारे पार्टी के फ्लोर लीडर से बातचीत करके इसका निर्णय किया जाए। सरकार पूरी तरह से नीट पेपर लीक पे चर्चा करने के तैयार है और इस देश के युवाओं का भविष्य के लिए हम सब मिलकर के एक सार्थक चर्चा हो, ये सरकार चाहती है। ഇപ്പോൾ സർക്കാർ ഒളിച്ചോടിയിട്ടില്ല, സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്നതാണ് കിരൺ റിജിജു സൂചിപ്പിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം CJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജന്തർ മന്ദറിൽ നടന്നു. അതിനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ടതെന്ന് കണ്ടതാണ്. അതിന് പിന്നാലെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ഒക്കെ അണിനിരന്ന പ്രതിഷേധം നടന്നു. രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു. അദ്ദേഹത്തിന് മുഖത്ത് പരിക്കേൽക്കുന്നത് കൊണ്ട് അതിനെ തുടർന്നാണ് ഇന്ന് സഭയ്ക്കുള്ളിൽ ഈ വിഷയം വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. അവിടെയാണ് കിരൺ റിജിജു നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ ചർച്ചയ്ക്ക് സന്നദ്ധമാണ്, സർക്കാർ ഒളിച്ചോടിയിട്ടില്ല എന്നത് പറയുന്നത്. എപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നു അപ്പോൾ പ്രതിപക്ഷമാണ് ഒളിച്ചോടുന്നത് എന്നതാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആദ്യം രാജി പിന്നെ ചർച്ച എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്ന നിലപാട്. അക്കാര്യമാണ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ. ആദ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന നിലപാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം കാർത്തിക് ചേരും. അതിനു മുൻപ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന രാജി ആവശ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പൂർണ്ണ പരാജയമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. നാളെ സഭാതലത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് ഇന്ത്യ സഖ്യം ചർച്ചയിലൂടെ തീരുമാനിക്കും എന്നതുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വിവിധ നിലപാടുകളുണ്ട്, അവർ യോജിപ്പിലല്ല എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ ഇതുവരെയുള്ള ഒരു ആശ്വാസം. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകുന്ന സൂചന ഇന്ത്യ സഖ്യം യോജിച്ച് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു എന്നതുകൂടിയാണ്. കാർത്തിക് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഈ സമരം പൂർണ്ണമായും കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നതാണോ രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടത്? ഇതുവരെ ചർച്ച എന്നതായിരുന്നു ഏറ്റവും പ്രധാന ആവശ്യമെങ്കിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ചയില്ല എന്നൊരു നിലപാടിലേക്ക് കൂടി കോൺഗ്രസ് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. രേണുക, ജൂലൈ 20-ന് പാർലമെന്റ് മാർച്ച് ആഹ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടാകുന്നു. അതിനുശേഷം 24 മണിക്കൂർ പിന്നിടുമ്പോൾ ഇന്നലെ വൈകിട്ട് സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരം പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ
കോൺഗ്രസ് നേതാക്കൾ ഉപരോധിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഏറ്റെടുക്കുന്നു. ഇന്ന് മൂന്നാം ദിനം രാവിലെ സഭ ചേർന്നപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതിൽ അവർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കറുത്ത ബാഡ്ജ് ധരിച്ചെത്തുന്നു. ഈ വിഷയം സജീവമായി പാർലമെന്റിൽ ഉന്നയിക്കുന്നു. മൂന്നാം ദിവസവും പാർലമെന്റിന്റെ ഇരു സഭകളും സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭകൾ പിരിയുന്നു. അപ്പോൾ ഇന്നലത്തെ സമരം, ഇന്ന് പാർലമെന്റിലെ പ്രതിഷേധം, ഇങ്ങനെ മൂന്നാം ദിവസം വൈകിട്ടേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു അനുനയത്തിനുള്ള വാതിൽ കേന്ദ്ര സർക്കാർ തുറക്കുന്നു എന്നതാണ് നിർണായകം. കേന്ദ്ര സർക്കാർ പാർലമെന്റിനുള്ളിലും പുറത്തും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ഇന്ന് ഈ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ റൂൾസ് 267 അനുസരിച്ചുള്ള ചർച്ച വേണം എന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടത്. ആ കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയില്ല എങ്കിൽ കൂടിയും എല്ലാ കക്ഷികളുമായി ഈ വിഷയം സംസാരിച്ച് ഉചിതമായ സമയത്ത് ചർച്ച നടത്താം എന്ന മറുപടിയാണ് കിരൺ റിജിജു നൽകിയത്. മറുവശത്താകട്ടെ CJP പ്രതിഷേധക്കാരുമായി ഒരു അനുനയ ചർച്ചയ്ക്കും സർക്കാർ സന്നദ്ധത അറിയിച്ചു. പക്ഷേ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ മാപ്പ് പറയണം എന്ന പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടിലാണ് CJPയും CJPയുടെ ഈ സമരം ഏറ്റെടുത്ത പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഈ ഘട്ടത്തിൽ ഉള്ളത്. സ്വാഭാവികമായും അതാണ് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ അടയ്ക്കുന്നത്. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ സന്നദ്ധമാകുമ്പോഴും ചർച്ചയുടെ വേദി അടക്കമുള്ള കാര്യങ്ങളിൽ CJP ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് ജന്തർ മന്ദറിലെത്തി CJP നേതാക്കളുമായി ഈ വിഷയത്തിൽ ചർച്ചയാവാം, അതിനെ തുറന്ന സമീപനത്തോടെ കാണുന്നു. അതല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ വേദി, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് അടക്കമുള്ള സ്ഥലങ്ങളാണ് CJP മുന്നോട്ട് വെച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രിയുടെയും ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് ഇനി പോകില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് CJP ഉള്ളത്. അത്തരത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകളിലേക്ക് കേന്ദ്രം വഴി തുറക്കുമ്പോൾ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. വേദി, വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയുമാണ്. മറുവശത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി സജീവമായി നിലനിർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. കറുത്ത ബാൻഡ് ധരിച്ച് വാർത്താ സമ്മേളനത്തിനെത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയുടെ ക്രൂരമായ ചിത്രങ്ങൾ അടക്കം കാണിക്കുന്നു. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. പ്രധാനമായും വിദ്യാർത്ഥികൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഒപ്പം കഴിഞ്ഞ കാലയളവിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കാൻ ആധാരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. അതായത് 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 152 തവണ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടായി. 7.5 കോടിയോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഒരാളെ പോലും ഇതുവരെ ശിക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ ഈ വിഷയം എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു? ആ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് ശക്തമായ പിന്തുണ ഞങ്ങൾ അറിയിക്കുന്നു. അത് കോൺഗ്രസ് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. കാർത്തിക് തുടരുക. ഞാൻ കാർത്തിക്കിലേക്ക് വരാം. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. പൂർണ്ണ പിന്തുണ ഈ സമരത്തിന് നൽകുന്നു എന്നതാണ് പറയുന്നത്. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച കേന്ദ്ര സമീപനത്തിലുള്ള അതിശക്തമായ വിമർശനം ഉന്നയിക്കുകയും അതിൽ പ്രതിഷേധ സൂചകമായി കറുത്ത ബാൻഡ് ധരിച്ചുകൊണ്ട് എത്തുകയുമാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. നമ്മൾ സമാനമായ നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടിട്ടുള്ളത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ ഇതിലും വലിയ സ്ക്രീനിൽ ഈ വിദ്യാർത്ഥികളെ ചവിട്ടി മെരിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള നടപടിയുടെ ദൃശ്യങ്ങളൊക്കെയും പ്രദർശിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ. അവിടെയാണ് ശക്തമായി ഈ വിഷയത്തിലുള്ള നിലപാട് രാഹുൽ ഗാന്ധി പറയുന്നത്. രാജി ആവശ്യത്തെ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പൂർണ്ണ പരാജയമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ एक सिंबल है. धर्मेंद्र प्रधान is a symbol and the students have pain about how they have been treated. That symbol has to be removed. Out of respect to the students, that symbol has to be removed, number one. Number two, that symbol has to be removed because he is a completely incompetent, probably collusive person in this drama. We know his background. We know how clean he is. We know the type of person he is. There's a history here. And to send a message to the country that we are listening to the students, we respect their sentiment, this man's got to go. And that is why we went to the Prime Minister's house yesterday to support this demand, which is a demand that every single student is making.
How the discussion is going to be held, who is going to hold it, it's not only the government's decision. Because two people need to talk. That's going to be decided by the opposition. At least our part of it. The government wants to distract from this. The government wants to rub this thing under the carpet. So they are whining. और हम चाहते हैं कि ये सेंट्रल इशू है और ये सेंट्रल इशू पर रेजोल्यूशन आए. प्रधान जाए, Prime Minister apologizes. Everyone who assaulted students is the first step. Then we want to see changes being made to the testing system. We want to see changes being made to the amount of money people are charging. Thank you. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. വിദ്യാർത്ഥികളെ ശരിയായ ദിശയിൽ നയിക്കണം, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കാര്യമുണ്ട് എന്നത് ഉൾക്കൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.